കൊല്ലം ജില്ലയിലെ പരവൂർ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 50 പേരെ കൂടി ഇനിയും കാണാനുണ്ടെന്ന് പ്രദേശവാസികളിൽ ഒരാൾ മീഡിയയോട് പറഞ്ഞിരുന്നു. പലരെയും സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. പലരെയും കാണാതായിട്ടുണ്ട്. മരിച്ചവരിൽ ഇനിയും 4 പേരെ തിരിച്ചറിയാൻ കൂടിയുണ്ട്. അതേസമയം തന്നെ വെടിക്കെട്ട് കാണാനെത്തിയവരിൽ ചിലരെ കാണാതായിട്ടുണ്ട് എന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്യാം ആർ ബാബു ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്യാം, വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് കാണാതായവരുടെ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ടോ? അജിംസ്, അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 14 മൃതശരീരങ്ങളാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിലായി സൂക്ഷിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തിരിച്ചറിയപ്പെടാത്ത 14 മൃതശരീരങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതേസമയം മാൻമിസിംഗ് കേസ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 20-ലധികം കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സംഖ്യകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്കൊപ്പം ഈ അപകടത്തിൽ കാണാതായി എന്ന് പറയപ്പെടുന്ന രഘുനാഥക്കുറുപ്പിന്റെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവർക്ക് ഈ ആശുപത്രിയിൽ, അതായത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി എത്തിയവരാണ്. അവർ എപ്പോഴായിരുന്നു ഈ രഘുനാഥക്കുറുപ്പിനെ കാണാതായത്? ഈ അപകടം നടക്കുന്നതിന് ആ സമയത്താണ് കാണാതായത്. അതിന് മുമ്പ് അളിയനായിട്ട് കമ്പം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ അപകടത്തിൽ 5 മിനിറ്റ് മുമ്പാണ് പുള്ളി അങ്ങോട്ട് നീങ്ങി പോവുകയും ദാ വരുന്നു പറഞ്ഞ് പോയത്. അവിടുന്ന് പിന്നെ വിവരമൊന്നുമില്ല പുള്ളിയെ കുറിച്ച്. മൊബൈലിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഇറങ്ങുന്നില്ല, സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നു? പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പരവൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. അദ്ദേഹം എന്ത് ജോലി എന്നാണ് അദ്ദേഹത്തിന്? ട്രാക്കോ കേബിൾ കമ്പനിയിൽ ആണ് വർക്ക് ചെയ്യുന്നത്. എറണാകുളത്ത് വർക്ക് ചെയ്യുന്നവരാണ് കൊടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ പോയി പരിശോധന നടത്തി? ഇതുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രം ജില്ലയിലെ എല്ലാ ഹോസ്പിറ്റലിൽ പോയി നോക്കി, കൊല്ലം ജില്ലയിലെ എല്ലാ ഹോസ്പിറ്റലിൽ പോയി നോക്കി, ഇന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇനി പുല്ലൂർ ഒരു ബോഡി ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ പുല്ലോട്ട് പോകാനുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ്. ഇനി പുനലൂർ ഹോസ്പിറ്റലിൽ മാത്രമേ നോക്കാനോ? പോലീസുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വിവരമാണ് നിങ്ങൾക്ക് നൽകുന്നത്? ബന്ധപ്പെട്ടപ്പോഴേ അവർ ലിസ്റ്റ് തന്ന് ഇന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, പോയി നോക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരുടെ ഭാഗത്ത് നമുക്ക് നല്ല സഹകരണം കിട്ടുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? കയ്യിലുണ്ടോ? കോപ്പി മാത്രമേ ഉള്ളൂ. ആധാറിന്റെ കോപ്പി മാത്രമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോലീസിന് ഒട്ടനവധി തിരിച്ചറിയൽ രേഖകളൊക്കെ അവിടെ നിന്ന് ലഭിച്ചിരുന്നു. ആ സ്ഥലത്ത് നിന്ന് ഒട്ടനവധി തിരിച്ചറിയൽ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ അവരെ കാണിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും മറുപടി ലഭിക്കുന്നുണ്ടോ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്? ജില്ലാ ഭരണകൂടത്തിലോ എന്തെങ്കിലും അന്വേഷണങ്ങൾ നടത്തിയിരുന്നു? നിങ്ങൾ കളക്ടറുമായി ബന്ധപ്പെടുകയോ? ആദ്യം അന്വേഷിക്കുവാന്നാണ് അവർ പറയുന്നത്. അത് പ്രകാരമാണ് നമ്മൾ ഇതിനകത്ത് എല്ലാ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നത്. അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജിംസ്, ശരിക്കും ഇത്തരത്തിലൊരു അവസ്ഥയാണ് ജനറൽ ആശുപത്രിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒട്ടനവധി ബന്ധുക്കൾ, കുടുംബാംഗങ്ങളൊക്കെ എത്തുന്നു. ഇത്തരത്തിൽ കാണാതായവരുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത് നിൽക്കുന്നത് രഘുനാഥക്കുറുപ്പ്. അദ്ദേഹം പൊതുമേഖലാ സ്ഥാപനം, എറണാകുളത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അദ്ദേഹത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ കമ്പം നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കുടുംബാംഗത്തിനൊപ്പമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതേസമയം ഈ കമ്പം നടക്കുന്ന, ഈ അപകടം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഫോൺ ചെയ്യുന്നതിനായും മറ്റോ അടുത്തേക്ക് പോയി. ഇതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെയും കൊല്ലം ജില്ലയിലെയും ഇത്തരത്തിൽ മൃതശരീരങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള എല്ലാ ആശുപത്രികളിലും ഇവർ പോയി പരിശോധന നടത്തി. ഇനി പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ ഒരു മൃതദേഹമുണ്ടെന്ന വിവരം ഈ ആശുപത്രി അധികൃതർ നൽകുന്നുണ്ട്. ഇനി അവിടെയാണ് ഇവർക്ക് പരിശോധന നടത്താനുള്ളത്. ഇത്തരത്തിലൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്ക് ജനറൽ ആശുപത്രിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകളായിരുന്നു ജനറൽ ആശുപത്രിയിൽ നിന്ന് കണ്ടത്. പലരുടെയും കുടുംബാംഗങ്ങൾ ഇത്തരത്തിലെത്തി പരിശോധന നടത്തി പോകുന്നുണ്ട്. ഈ വലിയ സംഖ്യകൾ തമ്മിൽ വലിയ വ്യത്യാസം വരുന്നത് ആശ്ചര്യപ്പെടുത്തുകയാണ് ശരിക്കും. കാരണം ഇത്തരത്തിൽ, അതായത് 14 മൃതശരീരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന്, ജില്ലയിലുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം പറയുമ്പോൾ ഏതാണ്ട് 20-ലധികം കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് കാണാതായവരുമായി ബന്ധപ്പെട്ട് അവരൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള പരവൂരിലെ അപകടവുമായി ബന്ധപ്പെട്ട് ആ ഭാഗങ്ങളിൽ ഉള്ളവരായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കാര്യം, അദ്ദേഹം ഒരു കടക്കൽ സ്വദേശിയായ ഒരാളുടെ മൃതദേഹമാണെന്ന് കരുതിയിട്ട് വെഞ്ഞാറമൂട് നിന്നുള്ള ഒരാളുടെ മൃതദേഹം കൊണ്ടുപോയി. അതിനുശേഷം ഈ കടക്കൽ സ്വദേശി തിരിച്ചു വരികയും വെഞ്ഞാറമൂടുള്ള ആളുടെ മൃതദേഹം തിരിച്ചെത്തിക്കുകയും ചെയ്തിരുന്നു ആശുപത്രിയിലേക്ക്. ഒരുപക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും ആശ്വാസകരമായ സമീപനം രഘുനാഥക്കുറുപ്പിന്റെ ഭാഗത്ത്, രഘുനാഥക്കുറുപ്പിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം.